എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകൾ ഉൾപ്പെടെ 18 പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രമാണല്ലോ ധീരം. തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രം സസ്പെൻസ് നിറഞ്ഞ ഒരു ദൃശ്യാനുഭവമാണ് സമ്മാനിച്ചത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സൺനെക്സ്റ്റ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മിസ്റ്ററി ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ ചിത്രം ഇനി OTTയിലൂടെ ആസ്വദിക്കാവുന്നതാണ്. വിജയകുമാരൻ സംവിധാനം ചെയ്ത് സീനിയർ ആക്ട്രസ് വടിവുക്കരസി പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയാണല്ലോ ഗ്രാനി. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ വ്യത്യസ്തമായൊരു ഹൊറർ അനുഭവം സമ്മാനിച്ച ഈ ചിത്രം വടിവുക്കരസിയുടെ ഗംഭീര പ്രകടനം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം OTT റിലീസിന് ഒരുങ്ങുകയാണ്. സൺനെക്സ്റ്റ്, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ വഴി ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ തമിഴ് ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. വേദവ്യാസ് അകുല സംവിധാനം ചെയ്ത് നിഖിൽ മാളിയേക്കൽ, ഗായത്രി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണല്ലോ വിക്രം ഓൺ ഡ്യൂട്ടി. ബിഗ് ബോസ് തെലുഗു സീസൺ 8 വിജയി നിഖിൽ മാളിയേക്കൽ പോലീസ് ഓഫീസറായി എത്തുന്ന ഈ സീരീസ് ഒരു സസ്പെൻസ് നിറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഈ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ സീരീസിന്റെ OTT റിലീസ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ, മറാത്തി, ബംഗാൾ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. കിഷോർ തിരുമല സംവിധാനം ചെയ്ത് രവി തേജ, അഷിക രംഗനാഥ്, ഡിംപിൾ ഹയാത്തി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ തെലുഗു ചിത്രമാണല്ലോ ഭരത മഹാസേലക വിജ്ഞാപ്തി. കുടുംബ ബന്ധങ്ങളുടെയും ഹ്യൂമറിന്റെയും പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം പ്രേക്ഷകർക്ക് രസകരമായൊരു സിനിമാനുഭവം നൽകിയിരുന്നു. ചില സാമ്പത്തിക കാരണങ്ങളാൽ റിലീസ് നീണ്ടുപോയെങ്കിലും ഒടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. C5 ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന മാർച്ച് 13 മുതൽ ചിത്രം C5ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ പദയാത്ര. ലോക പ്രശസ്തനായ ഒരു സംവിധായകനും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനും വീണ്ടും ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ. ആ പ്രതീക്ഷകൾക്ക് ആവേശം പകർന്നുകൊണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഏറെ നാളത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ചിത്രീകരണം പൂർത്തിയാക്കിയ പദയാത്ര ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളിലേക്ക് കടക്കുകയാണ്. 2026 സെക്കൻഡ് ഹാഫിൽ പദയാത്ര തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറത്തുവരും. കിഷോർ പാണ്ഡുരംഗ് ബലേക്കർ സംവിധാനം ചെയ്ത് മക്കൾ സെൽവൻ, വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു ഹൈദരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ പരീക്ഷണ ചിത്രമാണല്ലോ ഗാന്ധി ടോക്സ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. C5 ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ മലയാളം, തമിഴ്, തെലുഗു എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ജിത്തു സതീശൻ സംവിധാനം ചെയ്ത് അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് അലി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം മിസ്റ്ററി ത്രില്ലർ ചിത്രമാണല്ലോ സംഭവം അധ്യായം 1. കേരള തമിഴ്നാട് അതിർത്തിയിലെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം പ്രേക്ഷകർക്ക് വലിയൊരു സസ്പെൻസ് അനുഭവം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നാളെ മാർച്ച് 6, 2026 മുതൽ ചിത്രം തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനെത്തും. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സദാശിവം സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു ചിത്രമാണല്ലോ EMI. സായ് ധന്യ നായികയെത്തുന്ന ഈ ചിത്രം സമകാലിക ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെയും കുടുംബ ബന്ധങ്ങളെയും ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയെടുത്തത്. ETV വിൻ ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന മാർച്ച് 8 മുതൽ ചിത്രം ETV വിന്നിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അറ്റ്ലി സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനായി ഡ്രാമ ഫാന്റസി ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ AA22. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ പ്രഖ്യാപനവും പുറത്തുവരാനായി ഒരുങ്ങുകയാണ്.
സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമയുടെ അപ്ഡേറ്റ് വരുന്ന ഏപ്രിൽ 8-ന് അല്ലു അർജുന്റെ ജന്മദിനം പ്രമാണിച്ച് പുറത്തിറങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിന്റെ ടീസർ കാണാനായി. ഡോക്ടർ പ്രഗബൽ സംവിധാനം ചെയ്ത് യുവൻ കൃഷ്ണ, അമ്മു അഭിരാമി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ജോക്കി. ആമസോൺ പ്രൈം വീഡിയോസ്, തെങ്കോട്ട എന്നീ OTT പ്ലാറ്റ്ഫോമുകളാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗിന് ലഭ്യമാണ്. അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്ത് സന്ദീപ് പ്രദീപ് കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ കോസ്മിക് സാംസൺ. മിന്നൽ മുരളി, RDX തുടങ്ങിയ വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം സോഫിയ പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം പ്രഖ്യാപനം മുതൽക്കേ വലിയ ചർച്ചയായിരുന്നു. സയൻസ് ഫിക്ഷൻ എലമെന്റുകളുള്ള ഒരു വ്യത്യസ്തമായ പ്രമേയമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നതെന്നാണ് സൂചനകൾ. അങ്ങനെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 55 ദിവസത്തെ ചിത്രീകരണം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത മാസത്തോടെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായും അവസാനിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. സന്ദീപ് പ്രദീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്നായ ചിത്രം വരും മാസങ്ങളിൽ തിയേറ്ററുകളിൽ ഒരു വിസ്മയം തന്നെ സമ്മാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുരേഷ് ത്രിവേണി സംവിധാനം ചെയ്ത് ബോളിവുഡ് താരം അനിൽ കപൂർ, രാധിക മദൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ ആക്ഷൻ ഡ്രാമ സിനിമയാണല്ലോ സുബൈദാർ. ആമസോൺ പ്രൈം വീഡിയോസ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ ജയസൂര്യ നായകനായി ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ആട് 3. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം മാർച്ച് 19-ന് ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ടോക്സിക്കിന് പിന്നാലെ ആട് 3യും റിലീസ് പോസ്റ്റ്പോൺ ചെയ്യാനായി ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. GCC കൺട്രികളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റാനായി കാരണം. എന്നാൽ ഇത് തികച്ചും ഫേക്ക് ന്യൂസ് ആണെന്നും ആട് 3 പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 19-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുമാണ് മൂവി ടീം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിദേശ രാജ്യത്ത് ആട് 3ക്ക് സോളോ റൺ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അനശ്വര രാജൻ, അഭിഷാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ വിത്ത് ലവ്. യുവത്വത്തിന്റെ പ്രണയവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും കോർത്തിണക്കിയ ഈ ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ മാർച്ച് 6-ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിൽ ചിത്രം നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. മഹേഷ് മധു സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഇന്ന് സ്വന്തം പുണ്യാളൻ. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ക്ലീൻ എന്റർടൈനർ അനുഭവമാണ് ഈ ചിത്രം സമ്മാനിച്ചത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആരാധകർക്ക് ഒരു സർപ്രൈസായി ചിത്രത്തിന്റെ OTT റിലീസ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇതൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ OTT അപ്ഡേറ്റ്സിനായി. ഡീനോ ഡെന്നി സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സ്റ്റൈലിഷ് ഗെയിം ത്രില്ലർ സിനിമയാണല്ലോ ബസൂക്ക. മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഗെറ്റപ്പുകളും അത്യാധുനികമായ മേക്കിങ്ങും കൊണ്ട് പ്രഖ്യാപന സമയം മുതൽക്കേ ഈ ചിത്രം സിനിമാ ലോകത്ത് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. C5 ഒഫീഷ്യലായി സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ഈ മാർച്ച് മാസം അവസാനത്തോടെ ബസൂക്ക C5 വഴി നമുക്ക് അവൈലബിൾ ആവും.